ഹായ്, ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്ന മൂവി 1959 പുറത്തിറങ്ങിയ ബെൻഹർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഇവിടെ എസ് രാജമൗലിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് പുള്ളി ഈ ഇടയ്ക്ക് എപ്പോഴും ഇൻ്റർവ്യൂകളിൽ പറയേണ്ടായി. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വില്യം വീലർ എന്ന് പറയുന്ന ആളാണ്. അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ചാൾട്ടൺ ഹെസ്റ്റൺ എന്ന് പറയുന്ന ഒരാളാണ്. ഇതൊരു എന്താ പറയുക, റിലീജിയസ് ഹിസ്റ്റോറിക്കൽ മൂവിയായിട്ടുള്ള ഒരു മൂവിയാണ്. 3.5 മണിക്കൂർ ദൈർഘ്യമാണ് ഈ മൂവിക്കുള്ളത്. ഭയങ്കര ഒരു ലോങ് മൂവിയാണ്, പക്ഷേ എൻജോയബിൾ കണ്ട് നമുക്ക് അത് 1959 ഇങ്ങനെ ഒരു മൂവി ചെയ്തു എന്നുള്ളത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നാൻ സാധ്യതയുള്ളൊരു മൂവിയാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിന് 11 ഓസ്കാർ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. വേറെ 11 ഓസ്കാർ അവാർഡ് കിട്ടിയ വേറെ 2 മൂവീസ് കൂടിയുണ്ട്. ടൈറ്റാനിക്കിനും മറ്റേ ലോർഡ് ഓഫ് ദി റിങ്സിനുമാണ് ഇതിനു മുമ്പ്, അല്ല അത് കഴിഞ്ഞിട്ട് 11 ഓസ്കാർ വീതം നേടിയ സിനിമകൾ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറിയൽ ബേസ് എന്ന് പറയുന്നത് AD 25-26 കാലഘട്ടത്തിലാണ്, ഫസ്റ്റ് സെഞ്ച്വറിയിലുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു ലാസ്റ്റ് ക്ലൈമാക്സിനോട് ആ സമയങ്ങളിലൊക്കെ ക്രൈസ്റ്റിൻ്റെ സ്റ്റോറിയായിട്ടൊക്കെ ഏകദേശം ഒന്ന് അവിടെ എന്താ പറയുക ഒരു സൈഡിൽ കൂടി അങ്ങ് പോകുന്നുണ്ട്. ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് കൂടി എവിടെയൊക്കെ ഈ പടത്തിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജമൗലിയുടെ RRRും ധീരയൊക്കെ കണ്ടവർക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് പുള്ളിയുടെ ഫേവറേറ്റ് മൂവി ബെൻഹർ ആവുന്നതെന്ന് നമുക്ക് ആ മൂവി ബെൻഹർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ കാലത്ത് അങ്ങനത്തെ ഒരു മൂവി ചെയ്തതിൻ്റെ അതിൻ്റെ ക്രാഫ്റ്റ് വൈസ് ആണെങ്കിലും അതിൻ്റെ ആർട്ട് വർക്ക്, എനിക്ക് തോന്നുന്നു ഏതൊരു ഇൻ്റർവ്യൂവിൽ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ പണം മുടക്കി അന്നത്തെ 1959 അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പണം മുടക്കി ചെയ്തൊരു പടമാണ് ഈ ബെൻഹർ. അത് ബ്ലൂറേയിൽ പിന്നെ അത് റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയൊക്കെ ചെയ്തു. ഇത് ആദ്യം ഒരു സൈലൻറ്റ് മൂവിയായിട്ട് 1925 റിലീസ് ചെയ്ത ഒരു മൂവിയുടെ റീമേക്കാണ് ഈ 1959 പുറത്തിറങ്ങിയ ഈ ബെൻഹർ എന്ന് പറഞ്ഞ മൂവി. ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് പ്രമാണിയായിട്ടുള്ള ജൂതനായിട്ടുള്ള ഒരാൾ, ബെൻഹർ എന്ന് പറയുന്ന ആളുടെ കഥയാണ്. അയാൾ പ്രമാണിയായിരുന്നു. അപ്പോൾ അവിടെ റോമൻസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു എന്താ പറയണ ഒരു അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. സാഹചര്യത്തിൽ അദ്ദേഹം ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം വരികയും അങ്ങനെ ശരിക്കും പുള്ളി കൊല്ലാൻ ശ്രമിച്ച എല്ലാവരും ഒരു എന്താ പറയണ ഒരിതാണ്. അപ്പോൾ അത് പുള്ളി കൊല്ലാൻ ശ്രമിച്ചാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഡോപ്റ്റഡ് ബ്രദർ റോമനാണ്. അപ്പോൾ റോമൻ സൈന്യാധിപനാണ്. പുള്ളിയും ആ കൂട്ടത്തിൽ എന്താ പറയുക ഈ ഇദ്ദേഹം ഗവർണറെ വധിക്കാനായിട്ട് തന്നെ ചെയ്തതാണെന്നുള്ള രീതിയും അങ്ങനെയാണ് ആ മൂവി പോകുന്നത്. ആ 2 പേരുടെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള, ആദ്യം ബ്രദേഴ്സ് ആയിരുന്ന അവർ തമ്മിലുള്ള പിന്നീടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റും സംഭവങ്ങളും അദ്ദേഹത്തിനെ സ്ലേവായിട്ട് വിടുന്നതും കാര്യങ്ങളൊക്കെയാണ് പടത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ബെൻഹർ എന്ന് പറയുന്ന ക്യാരക്ടർ തിരിച്ചു വന്ന് റിവെഞ്ച് എടുക്കുന്നതാണ് മൂവിയുടെ സ്റ്റോറി. ഒരു മസ്റ്റ് വാച്ച് എന്താ പറയുക ഒരു എപ്പിക് മൂവിയാണ് സത്യത്തിൽ. ഗോഡ് ഫാദർ പോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടിരുന്ന ഒരു മൂവിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. ഗോഡ് ഫാദർ പറയാറുണ്ട്. ഇത് അതുപോലെ ഒരു ഹിസ്റ്റോറിക്കൽ എന്താ പറയുക, ഇതിൻ്റെ അകത്തുള്ള കുതിരോട്ടം സീൻസ്, കപ്പലിലുള്ള കുറച്ച് സീൻസ്, അതൊക്കെ നമുക്ക് നമ്മുടെ RRRിൽ അല്ല നമ്മുടെ ധീരയിലും നമ്മുടെ അത് കഴിഞ്ഞുള്ള രാജമൗലിയുടെ പടത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്നാണ് ഇൻസ്പയർഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളത് കാണുക, എൻജോയ് ചെയ്യുക. ഏതെങ്കിലും നല്ല സിനിമകളുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.